ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ എൻ്റെ പേര് അഖില എന്നാണ് കേട്ടോ. നമ്മളെ ചാനലിൻ്റെ പേര് അഖി സിംപ്ലി വേൾഡ് എന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ഒന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടാവും. നമ്മുടെ ഹെയർ കെയറിൻ്റെ ആണെന്നുണ്ടെങ്കിലും സ്കിൻ കെയറിൻ്റെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള യൂസ്ഫുൾ വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കുക. ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ക്യൂട്ടായിട്ട് സിമ്പിളായിട്ട് എങ്ങനെ ഒരു ട്രഡീഷണൽ ലുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പൂരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഐലൈനർ, ടാൽക്കം പൗഡർ, ലിപ്സ്റ്റിക് അതൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ടാവില്ലേ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഒരുങ്ങിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾക്ക് ഒരുപാട് ഫൗണ്ടേഷനോ കൺസീലറോ അങ്ങനെ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ടായിരിക്കില്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മുന്നേയിട്ട് ഫേസിൽ ക്ലെൻസറോ ഫേസ് വാഷോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഫേസിൽ ക്ലെൻസർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ നമ്മുടെ സെറ്റാഫിലിൻ്റെ ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സെറ്റാഫിലിൻ്റെ ക്ലെൻസറിൻ്റെ റിവ്യൂ ഞാൻ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഈ ക്ലെൻസർ അടിപൊളി ക്ലെൻസറാണ് കേട്ടോ. നമ്മൾ ഓയിലി സ്കിന്നിനൊക്കെ അടിപൊളിയായിട്ടുള്ള ക്ലെൻസറാണ്. എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ് കേട്ടോ. അപ്പം ഇതേപോലെ ഓയിലി സ്കിന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ ഞാൻ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കുക. പിന്നെ എന്തെങ്കിലും പുതിയതായി പ്രോഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്യണം, ഓയിലി സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള പുതിയ പ്രോഡക്റ്റ്സ് ഞാൻ എന്തെങ്കിലും യൂസ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി എനിക്ക് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്നൊരു തോന്നിയിട്ടുള്ള ഐഡിയ ആണ്. ഇപ്പോൾ കൂടുതലായിട്ടും പൂരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു ട്രഡീഷണൽ ലുക്ക് എന്തായാലും ചെയ്തിടാന്നുള്ളൊരു തോന്നിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം തന്നെ ഒരു പ്രിപ്പറേഷനും ഇല്ല. എൻ്റെ ഹെയറിൽ നോക്കൂ നിറച്ച എണ്ണയാണ് കേട്ടോ. ഞാനിത് കഴുകി കളഞ്ഞിട്ടില്ല, എണ്ണ യൂസ് ചെയ്തിട്ട് കഴുകി കളഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ ഷാമ്പു, കണ്ടീഷണർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇട്ടിട്ട് ഞാൻ അങ്ങനെ കഴുകി കളഞ്ഞിട്ടില്ല. അത് കാരണം കൊണ്ട് എൻ്റെ മുടി കെട്ടിക്കഴിഞ്ഞാൽ നല്ലപോലെ നിൽക്കുമെന്ന് കൂടി എനിക്ക് അറിയില്ല കേട്ടോ. അത് കാരണം ഒരു മാതിരിയായിട്ട് ഇരിക്കുന്ന ഹെയർ. അപ്പോൾ അതാരും നോ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഹെയർ ഒന്ന് മുകളിലേക്ക് കെട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാലേ എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ ഒരു സമാധാനത്തോടു കൂടി മേക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഭയങ്കര ഉഷ്ണം. എന്ത് ഉഷ്ണമല്ലേ ഇപ്പോൾ, സഹിക്കാൻ പറ്റാത്ത ഉഷ്ണം. അപ്പോൾ മുടിയും കൂടിയും പരത്തിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ മുടി ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ഗുഡ് വൈബ്സിൻ്റെ ടോണറാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഗ്രീൻ ടീ ഓയിൽ കൺട്രോൾ ടോണറാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ മേക്കപ്പിൽ നിർബന്ധമുള്ള കാര്യമേ അല്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഉള്ള കാരണം ഞാനിത് യൂസ് ചെയ്യുന്നതെന്നുള്ളൂ. നമുക്കിത് മേക്കപ്പിൽ ഇത് അത്ര വലിയ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇത് വന്നിട്ട് ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അടിപൊളി ടോണറാണ് കേട്ടോ. ഞാൻ അധികം ടോണറൊന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ടോണറാണ് നമ്മൾ ഗുഡ് വൈബ്സിൻ്റെ ഗ്രീൻ ടീ ടോണർ കേട്ടോ. പിന്നെ എന്താ പറയുക, എൻ്റെ ഒരു ഓയിലി സ്കിന്നാണ്. അപ്പോൾ എനിക്ക് നല്ലൊരു ടോണറായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓയിൽ കൺട്രോൾ ടോണർ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല സ്യൂട്ടായിട്ടുള്ള തോന്നിയിട്ടുള്ള ഒരു ടോണറാണ് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ നമുക്കിത് ടോണർ യൂസ് ചെയ്യാം കേട്ടോ. നല്ലൊരു ഫ്രഷ് ഫീലാണ് കേട്ടോ നമ്മൾ ടോണർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. എനിക്ക് ഒരു കംഫർട്ട്, നല്ലൊരു എന്താ പറയുക, ഒരു ഫ്രഷ് ആയിട്ട് നമ്മളെ ഫേസ് ഒരു മേക്കപ്പ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും സ്കിൻ കെയർ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ഒരു ഫ്രഷ് ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നമ്മൾ ടോണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ടോണർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം വേണം നമ്മൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് വന്നിട്ട് മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഞാനിവിടെ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് എടുത്തിട്ടുള്ളത്. ഇതും ഓയിലി സ്കിന്നിന് അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഡാർക്ക് സ്കിൻ ടോണാണ് കേട്ടോ എനിക്ക്. അപ്പോൾ അത് കാരണം തന്നെ എനിക്ക് ഈ വൈറ്റ് കാസ്റ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റും എനിക്ക് ചേരില്ല. അത് ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്ക് അറിയുന്നുണ്ടായിരിക്കും. ഈ നമ്മളുടെ സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിലും വൈറ്റ് കാസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പുട്ടിയിട്ട ഫീലായിരിക്കും. ഒരു എങ്ങനെയെങ്കിലുമൊക്കെ മേക്കപ്പ് ചെയ്തിട്ട് ഒന്ന് വേർത്താൽ മതി. നമ്മളുടെ എന്താ പറയുക, ഓൾറെഡി നമുക്കുള്ള ഒരു സൗന്ദര്യം കൂടി പോകാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരു പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള എന്താ പറയുക ഒരു ദോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് പോൺസിൻ്റെ മോയ്സ്ചറൈസർ അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ,
അപ്പോൾ ഞാനിത് നമ്മുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് സൺസ്ക്രീൻ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളുടെ ഡോക്ടർ ഷെഡ്സിൻ്റെ സെറാമിഡ് വൈറ്റമിൻ സി സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റിൽ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ പുറത്തേക്ക് പോവേ ചെയ്യരുത് കേട്ടോ. അമ്മാതിരി വെയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും സൺസ്ക്രീൻ വീട്ടിൽ നിൽക്കുമ്പോഴടക്കം ഒരു അല്പമെങ്കിലും എടുത്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നാലും ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ വീടിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സൺ ടാൻ ഏൽക്കും കേട്ടോ. അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്. അത് കാരണം തന്നെ നമ്മൾ സൺസ്ക്രീൻ നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ളത് യൂസ് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മളുടെ സ്കിൻ നല്ല ഡാർക്കായി പോകാനും അതേപോലെ തന്നെ പിമ്പിൾസ് വരാനും അങ്ങനെ ഒരുപാട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് നമ്മുടെ ഡോക്ടർ ഷെഡ്സിൻ്റെ സെറാമൈഡ് വൈറ്റമിൻ സി സൺസ്ക്രീൻ. അപ്പോൾ ഇത് വന്നിട്ട് അടിപൊളി സൺസ്ക്രീനാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലൊരു സൺസ്ക്രീനായിട്ട് തോന്നിയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കയറി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മറ്റേ ടൂത്ത് പേസ്റ്റൊക്കെ നമ്മൾ അമ്മിയും വെച്ചിട്ട് ചെമ്പരം വെച്ചിട്ട് അങ്ങനെ ആക്കണ വീഡിയോ കാണാറില്ലേ? അപ്പോൾ അതേപോലെ എടുക്കേണ്ടിയിരുന്ന തോന്നുന്നത്. കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഓർഡർ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. കണ്ടോ? ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ എങ്ങോട്ടും പോകുന്നില്ല, പുറത്തൊന്നും പോകുന്നില്ല. കാരണം കൊണ്ട് തന്നെ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ എന്തായാലും 3 ഫിംഗർ റൂൾ വെച്ചിട്ടൊക്കെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ, നെക്കിലും അപ്ലൈ ചെയ്യാൻ വിട്ടുപോകരുത് കേട്ടോ. ഉണ്ടെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യിലും കൂടിയൊക്കെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത് നമ്മളുടെ ലിപ് ബാം ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഗുഡ് വൈബ്സിൻ്റെ ലിപ് ബാം ആണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ റിവ്യൂ ഞാൻ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ഈ ഒരു ലിപ് ബാം വരുന്നത്. എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കളറാണ്. ഞാൻ കാണിച്ചു തരാവേ. ഓക്കെ, കണ്ടോ? നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഈ ലിപ് ബാമിനുള്ളത്. ഓക്കെ. അപ്പോൾ ഞാൻ നമ്മുടെ ലിപ് ബാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ നെക്സ്റ്റ് നമ്മൾ ഐ ഷാഡോ ആണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ലിപ്സ്റ്റിക് പാലറ്റിൽ ഒരു ഷെയ്ഡാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് വേർക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ യൂസ് ചെയ്തതൊക്കെ ഇങ്ങനെ കാണുമല്ലാണ്ട് ഞാൻ യൂസ് ചെയ്ത സാധനത്തിൻ്റെ കുഴപ്പമില്ല കേട്ടോ. ഇപ്പം നല്ല ചൂടാണേ. അപ്പോൾ നല്ല ഉഷ്ണം എന്നൊക്കെ പറയില്ലേ, ഭയങ്കരമായിട്ട് പുഴുക്കാണ്. അതുകൊണ്ട് എനിക്ക് മേക്കപ്പ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ എപ്പോഴും നന്നായിട്ട് വേർക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് മേക്കപ്പ് ചെയ്തിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒക്കെ ഒലിച്ച് പോകും. വെറുതെയാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ മസ്കാര ഇട്ട് ഐ ഷാഡോ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ഞാൻ കാണുന്നുണ്ടോ? ഇത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ അതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഐ ഷാഡോ ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന രീതിയിലായിട്ട് ഞാൻ ഇടാറില്ല കേട്ടോ. എനിക്ക് അങ്ങനെ താല്പര്യമില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കണുള്ളൂ കേട്ടോ. നമ്മൾ കയ്യിൽ ലിപ്സ്റ്റിക്ക് ഏതാണെന്ന് വെച്ചെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതിയിട്ട്. നമ്മൾ കണ്ണിനൊരു ഐലൈനറൊക്കെ എഴുതി കഴിഞ്ഞാൽ കണ്ണിനൊരു വൃത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഞാൻ ഐ ഷാഡോ മസ്കാര എന്ന് പറയുന്നത് ഐ ഷാഡോ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഫിനിഷ് ലുക്ക് കിട്ടും, നല്ലൊരു ലുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടല്ല, അപ്പോൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ടാൽക്കം പൗഡറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് നമ്മളുടെ ഹിമാലയയുടെ ഒരു ബേബി പൗഡറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഫേസിൽ ടാൽക്കം പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഒട്ടും സ്കിപ്പ് ചെയ്യാത്തൊരു കാര്യമാണ് കേട്ടോ ഈ പൗഡർ യൂസ് ചെയ്യൽ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ എന്തായാലും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ടാൽക്കം പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ ഫേസ് നന്നായിട്ട് വേർക്കും. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് വേർക്കും. അപ്പോൾ ആ വേർപ്പൊക്കെ കുറച്ചൊന്ന് പിടിച്ചു നിർത്തുന്നത് ഈ ഒരു ടാൽക്കം പൗഡറാണ് കേട്ടോ. എനിക്ക് അങ്ങനെ വേർക്കുന്നത് വലിയ ഇഷ്ടമില്ല, പക്ഷേ നന്നായിട്ട് വേർക്കും, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ ഈ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചൊക്കെ ഒന്നും പിടിച്ച് നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ, ഒരു ആശ്വാസമാണ് നമ്മൾ ടാൽക്കം പൗഡർ ഇട്ട് കഴിഞ്ഞാൽ.
അപ്പോൾ ഞാൻ ഫേസിൽ ടാൽക്കം പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കണ്ണെഴുതാൻ പോവുകയാണ്. അപ്പോൾ ട്രഡീഷണൽ ലുക്കിൽ കണ്ണെഴുതി കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ കണ്ണെഴുതുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കണ്ണെഴുതാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഞാൻ കണ്ണെഴുതിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കണ്ണെഴുതി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് മസ്കാര ഇടലാണ്. അപ്പോൾ മാച്ച് ഉണ്ടല്ലേ, റെഡ്. അപ്പോൾ ഇനി നമുക്ക് മസ്കാര ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സ്റ്റെപ്പാണ് കേട്ടോ ഈ മസ്കാര ഇടലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മളുടെ പീലി ഒന്ന് വിടർന്ന്, നമ്മൾ കൺപീലി ഒന്ന് വിടർന്ന് നിൽക്കുന്ന ഒരു ഫീലാണ്, ഒരു ഫ്രഷ് ലുക്ക്, എന്താ പറയുക, കണ്ണൊരു ഉന്മേഷമുള്ളൊരു ലുക്കായി തോന്നിട്ട് നമ്മൾ മസ്കാര ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കാരണം തന്നെ ഞാൻ കണ്ണെഴുതിയില്ലെങ്കിൽ കൂടി വെറും മസ്കാര മാത്രം ഇടണത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസ്കാര ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടലാണ്. അപ്പോൾ എനിക്ക് ഒരു നല്ലൊരു ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഷെയ്ഡ് ഞാൻ അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് നമ്മൾ ഡാർക്ക് സ്കിൻ ടോണിനൊക്കെ എനിക്ക് ഒരു ചേരുന്ന ഒരു ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ലിപ് ലൈനർ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്നെ പോലെ ഡാർക്ക് സ്കിൻ ടോണുള്ള ആൾക്കാരൊക്കെ ഈ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്ക് പേഴ്സണലി എനിക്ക് നല്ലൊരു ഷെയ്ഡ് കിട്ടാറുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ലിപ് ലൈനർ ഞാൻ ബ്ലാക്ക് ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഞാനൊരു റെഡ് ഷെയ്ഡ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ലിപ് ലൈനർ ഇട്ടതിന് ശേഷം അപ്പോൾ ഓക്കെ, നമ്മൾ ബ്ലാക്ക് ലിപ് ലൈനർ ആയിട്ട് ഇട്ടതിന് ശേഷം റെഡ് കളർ, റെഡ് ഉള്ളവർ അതിടുക. നിങ്ങളുടെ കയ്യിൽ ഏത് ഷെയ്ഡാണോ ഉള്ളത് അതിടുക. എന്നിട്ട് നമ്മൾ ഉള്ളിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ലൊരു ഷെയ്ഡായിട്ട് കിട്ടും കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ നമ്മളുടെ ഡാസ്ലറിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക് ഇല്ലേ, ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്, മിക്ക ആൾക്കാർക്ക് അറിയുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ സെൻറ്റർ പോർഷനിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലില്ല, കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓൾമോസ്റ്റ് ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നല്ലൊരു ഷെയ്ഡായിട്ട് കിട്ടും. എനിക്ക് തോന്നിയിട്ടുള്ളത് ഡാർക്ക് സ്കിൻ ടോണിനൊക്കെ അടിപൊളിയായിട്ട് ചേരുന്ന ഒരു ഷെയ്ഡായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. നമ്മളിപ്പോൾ ഇട്ട് പോയി കഴിഞ്ഞാൽ, എവിടേക്കെങ്കിലും ഇട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു റിവ്യൂ കിട്ടിയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് ഏതാ ലിപ്സ്റ്റിക്ക് എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. ആദ്യം ബ്ലാക്ക് ലിപ് ലൈനർ യൂസ് ചെയ്തതിന് ശേഷം റെഡ് കളർ യൂസ് ചെയ്യും. അതിന് ശേഷം നമ്മൾ ഡാസ്ലറിൻ്റെ ന്യൂഡ് ഷെയ്ഡ് നമ്മൾ സെൻട്രൽ പോർഷനിലായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് കണ്ടിട്ട് മുടി കെട്ടുക എന്നുള്ളതാണ്. മുടി കെട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ട്രഡീഷണൽ ലുക്ക് ആയതുകൊണ്ട് തന്നെ വലിയ ബിൽഡപ്പൊന്നുമില്ല, ചെറുങ്ങനെ ഒന്ന് ക്രാബ് ചെയ്ത് ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ, ആകെ എണ്ണയാണ് ഹെയറിൽ, കണ്ടില്ല, ആകെ എണ്ണയാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ക്രാബ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എളുപ്പമാണ്, ഇത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമായിരിക്കും. കുറച്ചിങ്ങനെ എടുക്കുക, ഈ സൈഡിൽ നിന്ന് കുറച്ചിങ്ങനെ എടുക്കുക, അതേപോലെ തന്നെ നടുവിൽ നിന്നും കുറച്ചെടുക്കുക, അതേപോലെ തന്നെ സൈഡിൽ നിന്നും കുറച്ച്, ഈ സൈഡിൽ നിന്നും കുറച്ച് ഭാഗം എടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രാബ് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് പിരിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം, പിരിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ക്യൂട്ടായിരിക്കും. നിങ്ങൾക്ക് ഇനി എക്സ്ട്രാ ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോസ് ഇതേപോലെ കേളി ഹെയർ ഉള്ളവരും പ്രിസി ഹെയർ ഉള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ വേറെ ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് ഞാൻ വീണ്ടും ഇതുമ്മ പണിയണമെന്നുണ്ടെങ്കിൽ സമയം ഇനിയും ഒരുപാട് പോട്ടെ, നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോവും. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രാബ് ചെയ്ത് വെക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ ക്രാബ് ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മളെ ബേബി ഹെയർസൊക്കെ അങ്ങനെ പുറത്തേക്ക് ഇടാം.
അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളുടെ മുടി കെട്ടൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വേറെ നല്ല ഹെയർ സ്റ്റൈലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, നമ്മൾ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ മുടി കെട്ടി കഴിഞ്ഞു. ഇനി നമ്മൾ കമ്മലാണ് മാറ്റിയിടാൻ പോകുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു കമ്മലാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് മാച്ചല്ല വേറെ എന്തെങ്കിലുള്ള വേറെ കമ്മലിടാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അഴിച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളിവിടെ കമ്മലിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നല്ലേ, നമ്മൾ പൊട്ട്. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ലുക്കിൽ ഈ ഒരു ഐറ്റം ഇല്ലയെന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ ലുക്ക് കംപ്ലീറ്റ് ആവില്ല അല്ലേ. അപ്പോൾ ഞാൻ പൊട്ട് ഇട്ടിട്ടുണ്ട്. ഇനി എന്താ, ഇനി ഒന്നും മറന്നു പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ വളം ഇടുന്നത് എനിക്ക് ഓൾറെഡി ഇഷ്ടമില്ല, താല്പര്യമില്ലാത്തൊരു കേസാണ് വളം ഇടൽ. അത് കാരണം തന്നെ ഇതിന് സ്യൂട്ടായിട്ടുള്ള വളം എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ, ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സ് ഒരു ധാവണിയാണ് കേട്ടോ. ഒരു ഗ്രീൻ ബ്ലൗസും അതേപോലെ തന്നെ റെഡ്, ഇത് തയ്പ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. തുണി എടുത്തിട്ട് ധാവണിയായിട്ട് അടുപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തുകൊണ്ടാണ് ഇഷ്ടമായില്ല എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതേപോലെ തന്നെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇതുപോലെ നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മളെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ കാണാൻ എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും താല്പര്യം എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. ഞാൻ അങ്ങനത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. പിന്നെന്താ, നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.